കിലിയൻ എംബപ്പെ ഈസ് ബാക്ക്. അങ്ങനെ തന്നെ വേണം പറയാൻ. ഫ്രാൻസിന്റെ ഇതിഹാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കിലിയൻ എംബപ്പെ ഓരോ ദിവസം കൂടുന്നു. ഇതാ ഇപ്പോൾ യുവർ ജിരൂദിനെ മറികടന്നുകൊണ്ട് ഫ്രാൻസ് നാഷണൽ ടീമിന് ഏറ്റവും അധികം ഗോൾസ് നേടുന്ന താരമായി കിലിയൻ എംബപ്പെ മാറിയിരിക്കുന്നു. അത് മാത്രമല്ല വേൾഡ് കപ്പിൽ ഫ്രാൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരവുമായി എംബപ്പെ മാറിയിരിക്കുന്നു. അതുമാത്രമല്ല വേൾഡ് കപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുള്ള ആക്റ്റീവ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വെറും 2 ഗോൾ പിന്നിൽ മെസ്സിയുടെ. ഇനിയും എത്രയോ ലോകകപ്പുകൾ എംബപ്പയ്ക്ക് ബാക്കി കിടക്കും. ദിസ് സംതിങ് ഫിഷ്. എംബപ്പെ ഈസ് സംതിങ് സ്പെഷ്യൽ. അങ്ങനെ തന്നെ വേണം പറയാം. കാരണം എംബപ്പെ ഒരു സാധാ പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു നമ്പർ 9 സ്ട്രൈക്കർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഒത്തിണങ്ങിയ ഒരു പ്ലെയറാണ് എംബപ്പെ. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം വെറും സ്റ്റാമിന, സ്പീഡ് മാത്രമല്ല, ഫിനിഷിംഗ് ടച്ച് അതൊരു കിട്ടില്ല തന്നെയാണ്. ഏത് ആംഗിളിൽ നിന്നും ഒരു നിസ്സാര ചാൻസ്, ഒരു 1% ഗോളിലേക്കുള്ള ചാൻസ് ഉള്ള പൊസിഷനിൽ പന്ത് കിട്ടിയാലും താരം തൊടുക്കുന്ന ആ ഒരു ഷോട്ടും ആ ഒരു പ്ലേസിങ്ങും ആ ഒരു ഫിനിഷിങ്ങും ഇറ്റ്സ് അൺബിലീവബിൾ. ഇന്നലത്തെ മത്സരത്തിൽ എന്താ പറയാ, ആഫ്രിക്കൻ വമ്പന്മാരെ സെനഗലിലെ ഫസ്റ്റ് ഹാഫിൽ അവർ ശരിക്കും എംബപ്പയെ പൂട്ടിയപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു എംബപ്പെ ഈസ് ഓവർ. ബട്ട് അത് ഓവർ ആയിരുന്നില്ല, അത് റിഡംപ്ഷൻ ആയിരുന്നു. എംബപ്പെ ഈസ് കമ്മിങ് ബാക്ക് ഇൻ സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എംബപ്പയ്ക്ക് 2 കിടിലൻ ഗോളുകൾ, എണ്ണം പറഞ്ഞ കിടിലൻ ഗോളുകളാണ് എംബപ്പെ നേടിയത്. അത് ചെറിയ നിസ്സാര ഗോളൊന്നല്ല, അത് കണ്ടവർക്ക് അറിയാൻ മത്സരം. സെനഗലിനെ പോലെ ഒരു സൂപ്പർ ടീം, അതിനെ വെച്ചാൽ ആഫ്രിക്കൻ കരുത്ത്. അവര് ഫൈനൽ കളിച്ചാണ് ആഫ്രിക്കൻ നാഷൻ കപ്പിന്റെ ഒക്കെ. അവര് മൊറോക്കയെ തളച്ചതാണ്. അപ്പൊ ആ ടീമിനെതിരെ എംബപ്പെ ഇത്രയും പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എംബപ്പെ സംതിങ് ഫിഷ്, സംതിങ് സ്പെഷ്യൽ. അങ്ങനെ തന്നെ വേണം പറയാം. എനിവേ, ഹാറ്റ്സ് ഓഫ് യു എംബപ്പെ. ഇനിയുള്ള മത്സരങ്ങൾ തീ പാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഫ്രാൻസ് മിന്നും ഫോമിൽ എത്തിക്കൈ.